എന്നാൽ എത്രയെത്ര ആരോഗ്യവാന്മാരാ ഒരു രോഗവുമില്ലാതെ കിടക്കുമ്പോഴും ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയി മരിച്ചു പോകുന്ന സ്ഥിതിവിശേഷത്തിന് കാരണമാകുന്നവർ. എന്റെ പ്രിയമുള്ളവരെ, മരണമേത് സമയത്തെന്നെയും നിങ്ങളെയും തഴുകിത്തലോടുമെന്നറിയില്ല. എങ്ങനെ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകേണ്ടി വരും എന്നും നമുക്കറിയില്ല. ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോകുന്ന സമയത്ത് അല്ലാഹുവിന്റെ കാരുണ്യത്തെ പ്രതി ഇൽമും ഫിക്റും ദിക്റും ശുക്റുമുള്ള നല്ല മനസ്സുകളുടെ ഭാഗമായി അല്ലാഹുവിന്റെ ദർബാറിലേക്ക് ചെന്നെടുക്കാൻ എനിക്ക് നിങ്ങൾക്കും സാധിക്കണേ. അതിന് സാധിക്കണമെങ്കിൽ ഹൃദയം കൊണ്ട് പടച്ചറബിന്റെ പൊരുത്തത്തിന്റെ ചാരത്തേക്ക് ചെന്നെടുക്കണേ. അവസാനം വരെ ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാൻ കഴിയുന്ന ഭാഗ്യം ചെയ്ത അടിമകളുടെ കൂട്ടത്തിൽ നമ്മൾ പെടണേ. ഇല്ലെങ്കിൽ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകുമ്പോ കയ്യിലൊന്നും ബാക്കിയുണ്ടാവില്ല. എന്റെ പ്രിയമുള്ളവരെ, ദുനിയാസെ സാഹിബേ മാലികേ ന ദൗലത്ത് ഗേ ന തുഫാൻ ഗേ പहुंचा कलह तक फिर आए सब लोग हम राग कर गए तो अमाल गए. കയ്യിൽ ദിക്റില്ല, കയ്യിൽ ചെയ്തു വെച്ച അമലില്ലെങ്കിൽ അതല്ലാതെ മറ്റൊന്നും കൂടെയില്ല. ഫിക്റുണ്ടോ, ദിക്റുണ്ടോ, ശുക്റുണ്ടോ, അമലുണ്ടോ, ഈ 4 ഘടകങ്ങളിലൂടെ മുസ്ലിമായി ജീവിച്ച് വജഅൽനാ മുസ്ലിമീന ലക വമിൻ ദുർരിയതി ഉമ്മതൻ മുസ്ലിമതൻ ലക ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ലോകത്തെ പഠിപ്പിച്ചതുപോലെ നല്ല ഈമാനിനെ നിലനിർത്തി മരിക്കാൻ എനിക്ക് നിങ്ങൾക്കും സാധിക്കണേ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മഹാനായ അൽഖമാ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകന്റെ അരിമ ശിഷ്യനായ സഹാബാക്കളിൽ ഒരാൾ, അവർക്ക് പോലും ആരംഭ മുത്തുനബി ചൊല്ലിക്കൊടുത്തിട്ട് പോലും എന്റെ പ്രിയമുള്ളവരെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മുസ്ലിമായി മരിക്കാൻ കഴിയാത്തവനെ അല്ലാഹ് പരീക്ഷിച്ചിരുന്നു. ആ സമയത്ത് സഹാബാക്കൾ വേദനിച്ചു. ഓടി വന്നിട്ട് പ്രവാചകനോട് പറഞ്ഞു, നബിയേ, നമുക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ പറ്റുന്നില്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് അൽഖമക്ക് പറയാൻ കഴിയുന്നില്ല. അൽഖമ വിതുമ്പുന്നു. ഉടനെ പ്രവാചകൻ ചോദിച്ചു, എന്താ അൽഖമക്ക് പറ്റാത്തത്? അൽഖമയോട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ പറയുന്നു, പക്ഷെ കിട്ടുന്നില്ല. ആരംഭ മുത്തുനബി നേരിട്ട് ചെന്നിട്ട് ഉമ്മയോട് ചോദിച്ചു, അല്ല പ്രിയപ്പെട്ടവരെ, അൽഖമ സഹാബിയ, അവരിതാ മരണക്കിടക്കയിൽ കിടക്കുകയാ, സകറാത്തിലാണുള്ളത്. ഉമ്മ, അൽഖമക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി ഈമാനോടുകൂടി മരിക്കാൻ കഴിയാത്ത സ്ഥിതിവിശേഷമാ. എന്താ കാരണമെന്നറിയില്ല. ഉമ്മ, നിങ്ങളൊന്ന് എന്തെങ്കിലും നിങ്ങൾ അവരോട് വെറുപ്പുണ്ടോ? നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ അവരെ ശപിച്ചിട്ടുണ്ടോ? നിങ്ങളെ അവൻ പ്രയാസപ്പെടുത്തിയിട്ടുണ്ടോ? ഉടനെ ഉമ്മ പറയുന്നു, വിവാഹം കഴിയുന്നവരെ അവൻ എന്നോട് ഇഷ്ടമായിരുന്നു. വിവാഹം കഴിഞ്ഞപ്പോ അവൻ എന്നെ തഴഞ്ഞു, എന്നെ അവഗണിച്ചു, എന്നോടുള്ള ഇഷ്ടം കുറഞ്ഞു, എന്നെ പരിഗണിക്കാതെ വന്നു. ആത്തോളറിയാതെ ഞാൻ പ്രാർത്ഥിച്ചു പോയി. അവൻ ഇതനുഭവിച്ചിട്ടേ പോകാവൂ എന്ന്. ആ പ്രാർത്ഥനയുടെ ഫലമാ മരണക്കിടക്കയിൽ കിടന്ന് അൽഖമ എന്ന പുണ്യ